ഹായ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2025 അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഇനി ഈ വർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. അപ്പോൾ ഞാൻ പിന്നെ രണ്ടാഴ്ചൻ്റെ മേലായിട്ട് ക്ലേ വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോളും കുട്ടിയൊക്കെ ഉണ്ടായത് കാരണം അപ്പോൾ നമ്മൾ ഈ പണിക്കൊക്കെ നിന്ന് നമ്മളെ പേരക്കുട്ടി നമ്മളെക്കാളും മുന്നേ ഉണ്ടാവും കേട്ടോ, മണ്ണ് കളിക്കാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഇനിയിപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് നമുക്ക് പുതിയതായിട്ടൊക്കെ ഒന്ന് തുടങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് സ്പീഡിൽ സംസാരിക്കണം, രവീണ പറയുന്ന പോലെയൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് രവീണേൻ്റെ വീഡിയോ എടുത്ത് വായി നോക്കി ഇരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും അത്ര സ്പീഡൊന്നും വരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് 2025 പറഞ്ഞാൽ അത്ര നല്ല വർഷമൊന്നും അല്ല കേട്ടോ. ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വർഷമാണ്. പിന്നെ ഒരു വീടായി വീട്ടിലേക്ക് വന്നു എന്നൊക്കെ ഉള്ളൊരു സമാധാനം മാത്രം, ബാക്കിയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അതായത് ഞാൻ മക്കളോട് പറയാം, എനിക്കിവിടെ നിന്നിട്ട് വലിയൊരു കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അവർ പറയാം, ഉമ്മച്ചിക്ക് വാടക വീട്ടിലിരുന്ന് മതിയായിട്ടില്ല, ഞങ്ങൾക്കൊക്കെ മതിയായി, ഉമ്മച്ചി വേണം അങ്ങോട്ട് പോയിക്കോന്നൊക്കെ കേട്ടോ മക്കൾ പറയുന്നത്. അവർക്കപ്പോൾ ചെറുപ്പകാലം മുതലേ ഇങ്ങനെ വാടകയ്ക്ക് ഇരുന്നിരുന്നും മതിയായിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അവരങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പം ഞാൻ ഇത്രയും എകരത്തിൽ വെച്ച് ചെയ്യുന്നത്, മോന് താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട്. അപ്പോൾ അവൻ മണ്ണ് കളിക്കുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ ഇതാണ് കേട്ടോ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.